Dear student, welcome back to Learn and Grow. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 8th സ്റ്റാൻഡേർഡിലെ ബയോളജി അതിൻ്റെ ഫസ്റ്റ് ടേം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് കേട്ടോ, വിത്ത് ആൻസർ കീ. ഓക്കെ, ബയോളജിയിൽ അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻസർ എനി ദി ക്വസ്റ്റ്യൻ ഫ്രം 1 to 4 each question carries 1 mark. ഓക്കെ, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ, which of the following is not a മാക്രോന്യൂട്രിയൻ റിക്വയർഡ് ബൈ പ്ലാന്റ്സ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് മാക്രോന്യൂട്രിയൻ്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, ബോറോൺ, പൊട്ടാഷ്യം. മാക്രോന്യൂട്രിയൻ്റ് അല്ലാത്തത് ഏത്? ബോറോൺ ആണ് കേട്ടോ, ബോറോൺ. ബിക്കോസ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഇതൊക്കെ മാക്രോന്യൂട്രിയൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ ചെടികൾക്ക് ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് ആവശ്യമുണ്ട് അല്ലേ. എന്നാൽ ബോറോൺ അത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറഞ്ഞ അളവിൽ മതി. അപ്പോൾ നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, മൈക്രോ ന്യൂട്രിയൻസും മാക്രോണും കുറേ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പഠിച്ചിരിക്കുക. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈ ദ അഗ്രികൾച്ചറൽ മെത്തേഡ് ദാറ്റ് ഹെൽപ്സ് ഓവർകം സ്പേസ് കൺസ്ട്രെയിൻഡ് ബൈ ഗ്രോയിങ് ക്രോപ്സ് ഇൻ വെർട്ടിക്കലി സ്റ്റാക്ക്ഡ് ലെയർ. അപ്പോൾ നമ്മൾ എന്താണ്, സ്പേസിൻ്റെ അഭാവത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ വേർട്ടിക്കലി സ്റ്റാക്ക്ഡ് ലെയറായിട്ട് ചെയ്യുന്നത് താഴെ കൊടുത്ത് ഏതാണ്? സാക്സ് ഫാമിംഗ്, വെർട്ടിക്കൽ ഫാമിംഗ്, പോട്ട് കൾട്ടിവേഷൻ, ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഏതാണ്? വെർട്ടിക്കൽ ഫാമിംഗ് ആണ് അല്ലേ. വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് വെച്ചാൽ ദാറ്റ് ഹെൽപ്സ് ടു ഓവർകം ദ സ്പേസ് കൺസ്ട്രെയിൻഡ് ബൈ ഗ്രോയിങ് ക്രോപ്സിന് വെർട്ടിക്കലി സ്റ്റാക്ക്ഡ് ലെയേഴ്സ് അല്ലേ. ഇത് കൂടുതലും ചെയ്യുന്നത് അർബൻ ഏരിയാസിലാണ്. ഓക്കെ, നെക്സ്റ്റ്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഫോർ ദ അതേഴ്സ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കാൽഷ്യം, അയൺ ഇതിലേതാണ് ഓഡ് വൺ ആയിട്ടുള്ളതെന്ന് എഴുതാം. എന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ്. ഏതാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കാൽഷ്യം, അയൺ. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് അയൺ ആണ് കേട്ടോ. ബിക്കോസ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കാൽഷ്യം ഒക്കെ മാക്രോ ന്യൂട്രിയൻസ് ആണ്, വൈൽ അയൺ ഈസ് മൈക്രോ ന്യൂട്രിയൻസ്. ഓക്കെ, അപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് പ്ലാന്റ്സിന് കൂടുതലായിട്ട് ആവശ്യമുണ്ട്, ലാർജ് ക്വാണ്ടിറ്റി. എന്നാൽ മൈക്രോ ന്യൂട്രിയൻസ് ഓൺലി സ്മോൾ ക്വാണ്ടിറ്റി ഇനഫ്. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടെക്നിക് യൂസ് ടു പ്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ പാരന്റ് പ്ലാന്റ് ബൈ ഗ്രോയിങ് ടിഷ്യൂ ഇൻ എ ന്യൂട്രിയൻ മീഡിയം? സർ, ടിഷ്യൂ കൾച്ചർ അല്ലേ, ടിഷ്യൂ കൾച്ചർ ആണ് അല്ലേ. ബിക്കോസ് ടിഷ്യൂ കൾച്ചർ ഈസ് എ ടെക്നിക് ടു പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ പാരന്റ് പ്ലാന്റ്. Observe the figure. How does vertical farming help to overcome space constraint? Name one advantages of vertical farming related to water usage. Okay, അപ്പോൾ വെർട്ടിക്കൽ ഫാമിങ്ങിനെ കുറിച്ചുള്ള തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഹൗ ഡസ് വെർട്ടിക്കൽ ഫാമിംഗ് ഹെൽപ്പ് ടു ഓവർകം സ്പേസ് കൺസ്ട്രെയിൻസ് ചോദിച്ചാൽ വെർട്ടിക്കൽ ഫാമിംഗ് അലോസ് ക്രോപ്സ് ടു ബി ഗ്രോൺ ഇൻ വെർട്ടിക്കലി സ്റ്റാക്ക്ഡ് ലെയേഴ്സ് എനാബിളിംഗ് കൾട്ടിവേഷൻ ഇൻ ലിമിറ്റഡ് സ്പേസ് സച്ച് ആസ് അർബൻ ഏരിയാസ്. ഓക്കെ, any advantages of vertical farming and water usage? It reduces water usage by incorporating system like hydroponic or aeroponics which use water more efficiently. Next question, what is the primary goal of integrated pest management in agriculture? That means IPM. The primary goal of IPM is to control the pest multiplication without harming the crop യൂസിങ് എൻവിറോൺമെൻ്റലി ഫ്രണ്ട്ലി മെത്തേഡ്. ഓക്കെ, അപ്പോൾ IPMൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് പെസ്റ്റ് കൺട്രോൾ ചെയ്യാണ് അല്ലേ. എന്ന് വെച്ചാൽ പെസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാതെ അതിനെ ക്രോപ്പിനെ യാതൊരു ദോഷവും വരാത്ത രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. നെയിം വൺ മെത്തേഡ് യൂസ്ഡ് ഇൻ IPM ടു കൺട്രോൾ പെസ്റ്റ് വിത്തൗട്ട് റിലേയിങ് ഹാംഫുൾ പെസ്റ്റിസൈഡ്. അപ്പോൾ യൂസിങ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് സച്ച് ആസ് നെറ്റ്സ് ഓർ ട്രാപ്പ്. ഓക്കെ, മെക്കാനിക്കലായിട്ടുള്ള നെറ്റോ അല്ലെങ്കിൽ ട്രാപ്പോ യൂസ് ചെയ്യുന്നത്. A student is setting up a nutritious garden at school using local vegetable variety. Why are the local vegetable variety preferred for cultivation? അപ്പോൾ എന്തുകൊണ്ടാണ് ലോക്കൽ വെജിറ്റബിൾ വെറൈറ്റീസ് കൾട്ടിവേഷനായിട്ട് തിരഞ്ഞെടുത്തത്? Because local varieties are well suited for our local environment and have inherent resistance to pests and diseases, reducing the need for pesticide. അപ്പോൾ ലോക്കൽ വെറൈറ്റി തിരഞ്ഞെടുത്താൽ അത് നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ് അതിനുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡു ദിസ് വെറൈറ്റി കോൺട്രിബ്യൂട്ട് ടു എക്കോളജിക്കൽ ബാലൻസ്? They support local pollinators and beneficial insect helping maintaining ecological balance.
വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് യൂറോമെല്ലർ എക്സ്പെരിമെൻറ്റ്? ഓക്കെ, അപ്പം ഇത് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോമെല്ലർ എക്സ്പെരിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു? ദ പർപ്പസ് വാസ് ടു റീക്രിയേറ്റ് ദ കണ്ടീഷൻ ഓഫ് പ്രിമിറ്റീവ് എർത്ത് ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ബയോമോളിക്യൂൾസ് ലൈക്ക് അമൈനോ ആസിഡ് കുഡ് ബി സിന്തസൈസ്ഡ് ഫ്രം ഇനോർഗാനിക് കമ്പോണൻറ്റ് അല്ലേ. അപ്പോൾ അത് നമ്മളുടെ ആ ഒരു പ്രിമിറ്റീവ് എർത്ത് അറ്റ്മോസ്ഫിയറിനെ ഒരു ലാബിൽ റീക്രിയേറ്റ് ചെയ്തതാണ് അല്ലേ. ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ബയോമോളിക്യൂൾ ലൈക്ക് അമൈനോ ആസിഡൊക്കെ ഇനോർഗാനിക് കമ്പോണൻറ്റിൽ നിന്നും സിന്തസൈസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നെയിം വൺ ബയോമോളിക്യൂൾ സിന്തസൈസ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് അമൈനോ ആസിഡ്. ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കുക കേട്ടോ. കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസർ യൂസ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ഫെർട്ടിലൈസർ. അപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസർ എക്സാമ്പിൾ കമ്പോസ്റ്റ് മാന്യൂർ, ഇനോർഗാനിക് യൂറിയ, അമോണിയം നൈട്രേറ്റ്. Organic fertilizers are derived from natural sources like compost and manure, while inorganic fertilizers are chemically synthesized such as urea and ammonium nitrate. What is integrated farming? Integrated farming is the practice of nurturing diverse living organisms such as crop, bird and fish together in a single farming system. ഓക്കെ, അപ്പോൾ ഒന്നിച്ചെല്ലാ തരം കൃഷിയും ഒന്നിച്ച് ചെയ്യുന്നതാണ് അല്ലേ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. നെയിം വൺ ബെനിഫിറ്റ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ആനിമൽ വിത്ത് ക്രോപ്പ് കൾട്ടിവേഷൻ. അപ്പോൾ ഇതുപോലെ ക്രോപ്പും അനിമൽസിനെയൊക്കെ ഒന്നിച്ച് വളർത്തുന്നതിലൂടെ ബെനിഫിറ്റ് എന്താണ്? ഇറ്റ് എൻഹാൻസ് റിസോഴ്സ് എഫിഷ്യൻസി ആസ് ആനിമൽ വേസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഓർഗാനിക് ഫെർട്ടിലൈസർ ഫോർ ക്രോപ്സ്. അപ്പോൾ ആനിമൽ വേസ്റ്റൊക്കെ നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. Suggest one example of an integrated farming practice that could be implemented in the local farm. Combining poultry farming with the vegetable cultivation where chicken manure is used to fertilize crop. അല്ലേ, അപ്പോൾ നമ്മളോട് ഒരു എക്സാമ്പിൾ പറയാനാണ്. അപ്പോൾ വെജിറ്റബിൾ കൾട്ടിവേഷനൊപ്പം പോൾട്രി ഫാമിങ്ങോട് ചെയ്താൽ നമ്മൾക്ക് ചിക്കൻ മാന്യൂർ ഈസ് യൂസ് ടു ഫെർട്ടൈൽ ദ ക്രോപ്പ്. Describe the characteristic of primitive earth atmosphere. The primitive earth atmosphere had high temperature, no free oxygen and contained gases like hydrogen, methane, carbon dioxide, hydrogen sulfide, ammonia and water vapor. Name two sources of energy that assisted the formation of biomolecules, sunlight and lightning. What is the significance of primitive cell in the origin of life? Answer: the primitive cell capable of self-replication with the nucleic acid and lipid sheath was the first form of life, leading the evolution of more complex organism. അപ്പോൾ ആദ്യമായിട്ടുണ്ടായത് പ്രിമിറ്റീവ് സെല്ലാണ് അല്ലേ. അതും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് സെൽഫ് റെപ്ലിക്കേഷൻ വിത്ത് ന്യൂക്ലിക് ആസിഡ് ലിപ്പിഡ് ഷീത്ത്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ആണ്. ചാപ്റ്ററിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യൂകാരിയോട്ടിക് ആൻഡ് പ്രോകാരിയോട്ട്. അതിൻ്റെ ഡിഫറൻസ് കേട്ടോ, അത് എന്തായാലും പഠിച്ചിരിക്കണം. നെയിം വൺ കീ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ടിക് സെൽ. Answer: prokaryotic cell lack a membrane bound nucleus while eukaryotic cell have a membrane bound nucleus. ഓക്കെ, നമുക്ക് എന്ത് പറയാം? പ്രോകാരിയോട്ടിൽ എന്താണ് സെൽസ് ഓർഗനൽസ് ആബ്സെൻ്റ് ആണ്, എന്നാൽ യൂകാരിയോട്ടിക്കിൽ സെൽസ് ഓർഗനൽസ് പ്രസൻ്റ് ആണ് അല്ലേ, മൈറ്റോകോൺട്രിയ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് യൂകാരിയോട്ടിക് സെൽ, ദ എവല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഓർഗാനിസം. Eukaryotic cell with membrane-bound organelles allowed for greater complexity and specialization, enabling the evolution of multicellular organism. അപ്പോൾ ആദ്യം പ്രോകാരിയോട്ടിക് ഉണ്ടായി, പിന്നെ യൂകാരിയോട്ടിക് ഉണ്ടായി. യൂകാരിയോട്ടിക്കിൽ നിന്നാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ടാകുന്നത് അല്ലേ. നെക്സ്റ്റ്, നെയിം വൺ ഓർഗനൽ ഫൗണ്ട് ഇൻ ദ യൂകാരിയോട്ടിക് സെൽ ബട്ട് ആബ്സെൻസ് ഇൻ പ്രോകാരിയോട്ടിക് സെൽ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു, മൈറ്റോകോൺട്രിയ. ഓക്കെ, വാട്ട് ഈസ് GM crop? എന്താണ് GM crop എന്ന് വെച്ചാൽ? It is a plant whose genetic constitution have been altered through genetic engineering in incorporate new trait. Give one example of GM crop and its modified trait. Cotton plant resistant to pest attack. Okay, അപ്പോൾ ഇങ്ങനെ GM ക്രോപ്പിലൂടെ ഉണ്ടാക്കിയ പ്ലാന്റിന് എക്സാമ്പിൾ ആണ് കേട്ടോ, കോട്ടൺ പ്ലാന്റ്സ് ദാറ്റ് റെസിസ്റ്റൻറ്റ് ടു പെസ്റ്റ് അറ്റാക്ക്. വൈ ഡു സം പീപ്പിൾ ബിലീവ് GM ക്രോപ്പ് മേ പോസ് എ ത്രെറ്റ് ടു ഇൻഡിജിയസ് സ്പീഷീസ്? അപ്പോൾ ഇങ്ങനെ ഈ GM വെറൈറ്റി ഉണ്ടാക്കിയാൽ അത് ബാക്കിയുള്ള സ്പീഷീസിനൊക്കെ ഒരു ത്രെട്ടനാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? GM ക്രോപ്പ് മേ ക്രോസ് ബ്രീഡ് വിത്ത് ഇൻഡിജിയസ് സ്പീഷീസ്, പൊട്ടൻഷ്യലി റെഡ്യൂസിങ് ബയോഡൈവേഴ്സിറ്റി ഓർ ഇൻട്രൊഡ്യൂസിങ് ട്രൈറ്റ് ദാറ്റ് കുഡ് ഡിസ്റപ്റ്റ്
ഇക്കോസിസ്റ്റം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ അതുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിനെ ബേസ് ചെയ്ത മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. വീണ്ടും മറ്റ് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരാം. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.